അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ബസ്സിൽ എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ അപ്പോൾ ഇന്ന് ഡിസംബർ 11 അപ്പോൾ നമുക്ക് വോട്ടിൻ്റെ ഒരു ദിവസം അങ്ങനെ പറയാം അല്ലേ, വോട്ട് ചെയ്യാനുള്ള. അപ്പോൾ അതുകൊണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട്. നേരത്തെ എത്തി അധികം ആളാവുന്നതിന് മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, അവിടെ തിരക്കാവുന്നതിൻ്റെ മുന്നേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊയിലാണ്ടി വോട്ടില്ല. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണം. എൻ്റെ വീട്ടിലാണ് കേട്ടോ വോട്ടുള്ളത്, ബാലുശ്ശേരി. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് പോവുകയാണ്. വേണ്ട ബസ്സിലാണുള്ള ഉള്ളിയേരിയൊക്കെ എത്തി. പാറക്കുട്ടി ഇതാ പുറത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. കാരണം സീറ്റിലൊന്നും ഇരിക്കില്ല, ഏത് വണ്ടി കയറില്ല അവൾക്ക് മുന്നിൽ നിൽക്കണം അല്ലെങ്കിൽ സൈഡിൽ നിൽക്കണം. അപ്പോൾ അങ്ങനെ സ്വഭാവമാണ് കേട്ടോ. അതുകൊണ്ട് സൈഡ് സീറ്റിൽ ഇരുന്നതിനും കൂടെ അത്യാവശ്യം വില കിട്ടി. രാവിലത്തെ വെയിലല്ലേ, കുറച്ച് വിറ്റാമിനൊക്കെ അടിക്കട്ടെന്നേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കിട്ടി നമ്മളിങ്ങനെ പോവാണ്. ബസ് അത്യാവശ്യം നല്ല സ്പീഡിലാണ് കേട്ടോ പോയത്. ആൾക്കാരൊന്നും അധികം ഇല്ലാതെ വോട്ടിൻ്റെ ഡേ അതിനെക്കൊണ്ട് തിരക്കൊന്നുമില്ല, അപ്പോൾ പറക്കാമല്ലോ. അപ്പോൾ നമ്മൾ ബാലുശ്ശേരി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡിൽ ഇറങ്ങിയില്ല, നമ്മൾ ആർപിടിയാണ് ഇറങ്ങിയത്. അപ്പോൾ ആർപിടി ഇറങ്ങി ഇതാണ്ട് കുറച്ച് നടക്കുമ്പോഴത്തേക്ക് നമ്മളെ ഡ്രൈവർ വന്നു ഗൈസ്. ഇതാണ്ട് എൻ്റെ സിസ്റ്ററും നമ്മുടെ വണ്ടിയും. അതിൽ കയറുമ്പോഴൊരു സുഖം അപ്പോൾ ഒന്ന് പറയുന്നത് വേറെ തന്നെയാണ്, അടിപൊളിയാണ്. അപ്പോൾ നമ്മളെ വണ്ടിയാണല്ലോ, അപ്പോൾ കുറച്ചും കൂടി ഇഷ്ടമാണ്. അപ്പോൾ തന്നെ നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവരൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോളെ ഞാൻ അവളുടെ അടുത്ത് ആക്കിയിട്ടുണ്ട് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഇതാണ്ട് ഇവിടെയാണ് മുണ്ടക്കര UP സ്കൂൾ, ഇവിടെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇവിടെയാണ് വോട്ടുള്ളത്. അപ്പോൾ ഈ വഴി കൂടെ ഒക്കെ പോകുമ്പോൾ ഭയങ്കര നഷ്ടമാണ് കേട്ടോ. പണ്ടത്തെ നമ്മൾ പുളിയൊക്കെ കട്ട് ഓടിയ വഴിയാണ് കേട്ടോ അത്. അന്നിങ്ങനെയൊന്നുമില്ല, കാരണം മണ്ണും കല്ലൊക്കെയാണ്. ഇന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്, സ്കൂളൊക്കെ നല്ല അടിപൊളിയാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. പണ്ടത് ആ പോലീസുകാരനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നും വിചാരിക്കേണ്ട ഗൈസ്, നൈസായിട്ടൊന്ന് കോഴി ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്ന് തിരക്കൊന്നുമില്ലായിരുന്നു. നമ്മൾ വേഗം വോട്ട് ചെയ്യാൻ വരിക്ക് നിന്നു. പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ, വോട്ടും ചെയ്തിറങ്ങി. അതുകൊണ്ട് നമുക്കും കിട്ടി ഗൈസ്, 5 വർഷവും കൂടുമ്പോൾ കിട്ടുന്ന ക്യൂടെക്സ് നമ്മുടെ കേക്കും കിട്ടി. അപ്പോൾ അതും ചെയ്ത് നമ്മൾ തന്നെ വീട്ടിലേക്കാണ് കേട്ടോ. എനിക്ക് കുറേ നേരമൊന്നും വീട്ടിൽ നിൽക്കില്ല. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കേട്ടോ നമ്മൾ തൊപ്പിയും കുപ്പായൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. സൂപ്പറല്ലേ, വേണ്ട നോക്ക് നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത്. പാർക്കുട്ടീൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ പുതിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ വേണ്ട വരുന്ന വഴിക്ക് നമ്മുടെ ഏട്ടനെ കണ്ടു. നമ്മുടെ കുക്കേട്ടനാണ് ഗൈസ്. വേണ്ട ബാക്കിൽ നിൽക്കുന്ന വണ്ടി, അത് എന്തിനൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എണ്ണിയാൽ കൂടി അറിയില്ല. അങ്ങനെയാണ് കേട്ടോ എൻ്റെ എല്ലാ കാര്യവും ആ വണ്ടി മുഖേന നടന്നു, അതാണ് സത്യാവസ്ഥ തന്നെ. പിന്നെ നമ്മൾ നേരെ വേഗം വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട്ടിലെത്തി. പാറക്കുട്ടി നമ്മൾ ഏതാണ്ട് TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിച്ചത്, ഇടയിലുള്ള ഫുഡ് കഴിക്കുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കുറേ ലോങ് ആയി പോയാലും ഒരു സ്വിപ്പാവില്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ അതിനുശേഷം അനിയത്തി നമ്മളെ കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ. വീട്ടിലേക്ക് വേഗം പോകണം. അപ്പോൾ അതുകൊണ്ട് റോഡ് മേലെ ഇറങ്ങിയപ്പോൾ 2 ഫോട്ടോഷൂട്ട് ആവാമെന്ന് കരുതി. നല്ലൊരു കൊറിയൻ സ്റ്റൈലായിട്ടുള്ളൊരു ഡ്രസ്സാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ നമുക്കിവിടെ കുറേ നേരം നിൽക്കാൻ പറ്റില്ല, കാരണം ഏട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിലാരും ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ വേഗം വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ അതുകൊണ്ട് ബാലുശ്ശേരി സ്റ്റാൻഡിലെത്തി. ഇനി പിന്നെ അധികമൊന്നുമില്ല, നേരെ നമുക്ക് ബസ് കയറി പോകുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ ആദ്യമായിട്ടാണ് മടിയിൽ നിന്ന് മാറിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കോപ്രായത്തരങ്ങൾ കണ്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ.